ബൊമ്മ ആരാ ആരാ തന്നെന്നറിയല്ലേ മോൾക്ക്? ലൈവിൽ ഇപ്പം ജാസ്മിന് പുറത്തെ പല ഹിന്റുകളും കൊടുത്താണ് ജാസ്മിൻ്റെ ഒപ്പം നിൽക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട സാധനമാണ് ആ ബൊമ്മ ആരാ നിനക്ക് തന്നു വിട്ടതെന്ന് അറിയണ്ടേ എന്ന് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്. ജാസ്മിൻ അതിനൊന്നും കേൾവി കൊടുക്കുന്നില്ല. ജാസ്മിൻ പറയുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല, നിങ്ങൾ വിചാരിക്കുന്ന എൻ്റെ മനസ്സിലുള്ളതല്ല, ഞാനിവിടെ കാണിക്കുന്ന ഒന്നുമല്ല പുറത്ത് വരുന്നതെന്നൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായി, നിങ്ങളൊക്കെ അഭിനയിക്കുക എന്നുള്ള രീതിയിൽ ജാസ്മിൻ സംസാരിക്കുന്നുണ്ട്. ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും ജാസ്മിനോട് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ജാസ്മിൻ തന്നെ ഇപ്പോൾ അത് പറയുമ്പോൾ നമ്മളത് ശരിവെക്കാതിരിക്കാൻ പറ്റിയല്ല. സാധാരണ പ്രേക്ഷകർക്ക് ഇപ്പോൾ എനിക്ക് കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഭയങ്കര കാമായിട്ടും ഭയങ്കര ക്ഷമയോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം. എന്തായാലും ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട്, അത് ഉമ്മ തന്നെ പറയുന്നുണ്ട്, അടിക്കും തിന്നും കൊല്ലും എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഞങ്ങൾ നിന്നീയൊരു തെറ്റ് ചെയ്തു, അത് ഞങ്ങളല്ലേ ക്ഷമിക്കേണ്ട, നിൻ്റെ ഉപ്പയും ഉമ്മയും അല്ലേ ഞങ്ങളന്ന്. അപ്പോൾ എന്തായാലും ഈ ബൊമ്മയുടെ കേസിൽ എന്തോ ഒരു സാധനമുണ്ട്. അത് മിക്കവാറും അഫ്സൽ കൊടുത്തു വിട്ട ബൊമ്മയായിരിക്കും എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പോഴും അഫ്സൽ ജാസ്മിനെതിരെയായിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയത്തില്ല. ഇനിയിപ്പോൾ ജാസ്മിൻ ഇപ്പോഴും അഫ്സൽ പുറത്തുണ്ട് എന്നുള്ളൊരു ഹിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, അവളുടെ ഗെയിമിൽ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ജാസ്മിൻ്റെ ഉപ്പ അതങ്ങനെ പറഞ്ഞു എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ആ ബൊമ്മയുടെ പിന്നിൽ എന്തോ ഒരു വലിയ സത്യാവസ്ഥയുണ്ട്. അത് എപ്പോഴെങ്കിലും ലൈവിൽ വെളിപ്പെടുത്തുവാണെങ്കിൽ അപ്പം തന്നെ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.